ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പുറമ്പോക്കിൽ എറിയപ്പെട്ട കൽപ്പാത്രങ്ങളിൽ യേശുതമ്പുരാൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ് വെള്ളം നിറച്ചത് വീര്യം കൂടിയ വീഞ്ഞായി തീർന്നതുപോലെ എല്ലാവരും തിന്നിട്ട് എറിഞ്ഞു കളയുന്ന ചക്കക്കുരു നമ്മുടെ തീന്മേശയിലെ വിരുന്നുകാരുടെ വലിയൊരു വിഭവമായി ഒരു നല്ലൊരു സ്നാക്കായി തീർന്ന ചക്കക്കുരു സ്നാക്കാണിത്. ഇതുപോലെ പുറംതൊണ്ട് മാത്രം കളഞ്ഞൊരു ചക്കക്കുരു തിന്നായിട്ടുള്ള പോളിഗാർഡിന്റെ കത്തിയാണ് ഇതിനോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നായി സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിവിടെ ഈ ചക്കക്കുരു എല്ലാം ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ തയ്യാറാക്കാനായിട്ട് ഞാൻ അര കപ്പ് അരിപ്പൊടി, അര കപ്പ് കോൺഫ്ലവറിന്റെ പൊടി, അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അവരവരുടെ എരിവിന് ആവശ്യത്തിനുള്ള പിരിയമുളക് പൊടി, ഞാൻ 1 ടീസ്പൂൺ പിരിയമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ അയമോദകം അജ്വാൻ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഒട്ടും പിശുക്ക് കൂടാതെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഇതൊക്കെ കലക്കിയത് ഈ ഒരു പരുവത്തിനകത്ത് വെള്ളം അധികമായി പോകരുത്. നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇത് വളരെ നല്ലൊരു സ്നാക്കാണ്. എനിക്കിങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇതങ്ങനെ ഒന്ന് ചെയ്യണം തോന്നി ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നു, അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒത്തിരി കൂട്ടി എടുക്കാതെ ഇങ്ങനെ എടുത്തങ്ങോട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം, പെട്ടെന്ന് ഭംഗി പോകാതെ. പിന്നെ ഉജ്വാനൊക്കെ ഇട്ടത് കൊണ്ട് ഇങ്ങനെ ഗ്യാസ് ട്രബിൾ ഉള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അത് ഗ്യാസിന് ഒത്തിരി നല്ലതാണ് ഉജ്വാൻ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ പതിയെ തിരിച്ച് ഇടയ്ക്ക് പയ്യെ ഒരു പ്രാവശ്യം മൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നല്ലപോലെ മൂത്ത് കിലുകിലാന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്, നല്ല ഇതാണ്.